ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി കഷ്ണം, ക്യാരറ്റും സവോളയും ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ പുട്ടിലേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് പാല് പിഴിഞ്ഞിട്ട് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും വേപ്പിൻ്റെ ഇലയും പൊട്ടി വരുമ്പോൾ വേവിച്ച് വെച്ച കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കും. പിന്നെ ഒന്ന് വറ്റി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കും കേട്ടോ. പിന്നെ അത് ചായയൊക്കെ കുടിക്കും. അതിനോടൊപ്പം തന്നെ സാമ്പാറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം വേവിക്കും. പിന്നെ അത് വെന്ത് വരുമ്പോഴേക്ക് കഷ്ണങ്ങൾ നുറുക്കിയിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കും. കായും സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒരു വിസിലും കൂടി അടിക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെക്കിട്ട് പിന്നെ തേങ്ങ ചിരകി വറക്കും. തേങ്ങ വറക്കുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ഇട്ടിട്ട് തേങ്ങ വറക്കും. കുറച്ച് മല്ലി വറുത്ത് വെച്ച മല്ലിയുണ്ട് പച്ച, അത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി വറുത്തിട്ട് ചൂടാറാൻ മാറ്റി വയ്ക്കും. പിന്നെ ഒരടുപ്പത്ത് വെണ്ടയ്ക്ക വറുത്തിട്ട് വെണ്ടയ്ക്ക് തക്കാളി മുറിച്ചിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കും. പുളി ഒഴിച്ച് കൊടുക്കും. പിന്നെ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ പുളിയും വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ കുറച്ച് ശർക്കരയുടെ കഷ്ണം ഇട്ട് കൊടുക്കും. ഒരു ചെറിയൊരു കഷ്ണം ശർക്കര. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അത് നന്നായി തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കും. വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു സ്പൂണ് പച്ച തേങ്ങയും കൂടി അതിൽ കൂടെ ചേർത്തിട്ട് അരച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിൽ ചേർക്കും, വറവിടും, കുറച്ച് മല്ലിയില വിതറി കൊടുക്കും, കുറച്ച് സാമ്പാർ പൊടിയും കൂടി വിതറി കൊടുക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡിയായി. ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത്. പിന്നെ എന്നത്തെയും പോലെ മുറ്റത്തേക്ക് ഇറങ്ങി ആടിനെ വിടൽ, വെള്ളം കാട്ടൽ, ഇല കെട്ടി കൊടുക്കൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആട്ടുംകൂട് വൃത്തിയാക്കൽ, കൂടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കുക, അങ്ങനെയുള്ള പുറം പണികൾ ചെയ്യുക, വിറക് വെയിലത്തിടുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.